തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ പുതിയ പദ്ധതിക്ക് അംഗീകാരം തേടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപയുടെ പ്രോജക്ട് അനുമതിക്കായി സമർപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ, പോലീസ് എന്നിവരുടെ സഹായത്തോടെ ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനും നീക്കമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ നിലവിൽ ബസ്സുകൾ കയറാത്ത സാഹചര്യമാണ്. ബസ് സ്റ്റാൻഡിന് മുൻപിൽ റോഡിലിട്ട് ബസ്സുകൾ തിരിച്ച് യാത്രികരെ കയറ്റി പോവുകയാണ് ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ മൂലമാണ് ബസ് സ്റ്റാൻഡിൽ കയറാത്തതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിനുള്ളിൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് 3 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 3 മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനാകുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷയെന്ന് സെക്രട്ടറി പറഞ്ഞു. നമ്മൾ തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബസ് കയറുന്നതിന് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് വലിയ 2 കുഴികളുണ്ട്. അപ്പോൾ അതൊന്ന് നികത്തി നമ്മുടെ പ്ലാറ്റ്ഫോം മുഴുവൻ നേരെയാക്കാന്നുള്ളതാണ്. നമ്മുടെ ഈ വർഷം പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് 3 ലക്ഷം രൂപ. അപ്പോൾ അത് DPC അപ്രൂവൽ കിട്ടിയ ഉടനെ 2-3 മാസത്തിനുള്ളിൽ നമുക്ക് പൂർത്തി ചെയ്യാൻ കഴിയും. അപ്പം ഒരു ആളുകൾ പരാതി പറയുന്ന ഒരു കാര്യം അവിടെ വെയിറ്റ് ഷെഡ് ഇല്ല എന്നുള്ളതാണ്. അതിനും കൂടെയുള്ള പ്രോജക്റ്റ് നമുക്ക് നിലവിലുണ്ട്. വെയിറ്റ് ഷെഡും ഈ ബസ് സ്റ്റാൻഡിലെ കുഴികൾ ഉൾപ്പെടെ ഒന്ന് നികത്തി കഴിഞ്ഞാൽ ബസ് കയറാൻ തുടങ്ങും. ബസ് കയറിയ ഉറപ്പായിട്ടും നമുക്കതൊരു സ്ഥിരമായി ഒരു പോലീസ് സഹായത്തോടെയോ തുടക്കത്തിൽ MVD ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെയോ എല്ലാ ബസ്സുകളും, പ്രത്യേകിച്ച് തൂക്കുപാലത്ത് ജംഗ്ഷന് വന്ന് തിരികെ പോകുന്ന എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറി ഇറങ്ങി അവിടെ നിർത്തി ആളുകളെ ഇറക്കി പോകുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ അത് പൂർണ്ണമായും വിജയിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. വർഷങ്ങളായുള്ള നാട്ടുകാരുടെ പരാതികൾക്കായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമായാൽ പരിഹാരമാവുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.